ചരിത്രവിധി എഴുതാൻ കേരളം നാളെ ബൂത്തിലേക്ക്. നാളെ 2.71 കോടി വോട്ടർമാർ വിധി എഴുതും. വോട്ടെടുപ്പ് രാവിലെ 7 മുതൽ വൈകിട്ട് 6 വരെ. 140 മണ്ഡലങ്ങളിലായി 833 സ്ഥാനാർത്ഥികൾ ജനവിധി തേടും. നിശബ്ദ പ്രചാരണത്തിന്റെ മണിക്കൂറുകളിൽ അവസാന വോട്ടും നേരിട്ടുറപ്പിക്കാൻ സ്ഥാനാർത്ഥികളുടെ ശ്രമം. പ്രശ്നബാധിത ബൂത്തുകളിൽ സുരക്ഷ ശക്തം. പോളിംഗ് സാമഗ്രികളുടെ വിതരണം പൂർത്തിയായി. വോട്ടെടുപ്പിന് മണിക്കൂറുകൾ മാത്രം ശേഷിക്കെ പാലക്കാട് ബിജെപിയെ വെട്ടിലാക്കി വോട്ടിന് പണവിതരണ ആരോപണം. കണ്ണാടി മേഖലയിൽ ശോഭാ സുരേന്ദ്രനൊപ്പമുള്ള സംഘം വീട്ടിലെത്തി പണം കൈമാറിയതിന്റെ ദൃശ്യങ്ങൾ ന്യൂസ് മലയാളത്തിന്. ദൃശ്യങ്ങൾ പകർത്തിയ കോൺഗ്രസ് പ്രവർത്തകരെ ഭീഷണിപ്പെടുത്തി ശോഭ. ബിജെപി പ്രവർത്തകർ പണം നൽകിയെന്ന് ആദ്യം വയോധിക സമ്മതിച്ചെങ്കിലും പിന്നീട് തിരുത്തി. വോട്ടിന് പണം നൽകിയെന്ന ആരോപണം തള്ളി ശോഭാ സുരേന്ദ്രൻ. കാറിൽ ഒരു സംഘം പിന്തുടർന്ന് തയ്യാറാക്കിയ തിരക്കഥയെന്ന് വാദം. പണം നൽകിയത് തന്റെ വണ്ടിയിലുണ്ടായിരുന്ന ആളല്ല, വേട്ടയാടി അപമാനിക്കുന്നുവെന്നും ശോഭ. ഈ ഉണ്ടാക്കിയിട്ടുള്ള വിവാദങ്ങൾ അത്രയും ഉണ്ടയില്ലാ വെടികളാണ്. ആ ഉണ്ടയില്ലാ വെടി വെച്ച് ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിൽ വിജയം പാലക്കാട് ഉറപ്പായപ്പോൾ അത് സഹിക്കാൻ വയ്യാത്തവരാണ് ഇങ്ങനെ ഒരു കഥയുമായി പുറത്തു വന്നിട്ടുള്ളത്. എന്നാൽ പണം നൽകിയ സ്ത്രീ ശോഭയുടെ വാഹനത്തിൽ ഉണ്ടായിരുന്നില്ല എന്ന വാദവും പൊളിഞ്ഞു. സ്ത്രീ ശോഭയ്ക്കൊപ്പം വാഹനത്തിന്റെ പിൻ സീറ്റിൽ ഉണ്ടായിരുന്നെന്ന് ദൃശ്യങ്ങളിൽ വ്യക്തം. അധിക്ഷേപാംഗ്യം കാണിച്ചെന്ന ശോഭാ സുരേന്ദ്രന്റെ ആരോപണം നിഷേധിച്ച് ദൃശ്യം പകർത്തിയ കോൺഗ്രസ് നേതാക്കൾ. പണം നൽകിയത് ശോഭയുടെ വാഹനത്തിലുണ്ടായിരുന്ന സ്ത്രീ തന്നെയെന്നും കോൺഗ്രസ് പ്രാദേശിക നേതാവ് വിനേഷ് സർഗ. പൈസ നൽകിയ സ്ത്രീ ശോഭയ്ക്കൊപ്പം പാലക്കാട് ജില്ലാ കമ്മിറ്റി ഓഫീസിൽ നിൽക്കുന്ന കൂടുതൽ ചിത്രങ്ങളും പുറത്തുവിട്ടു. ബിജെപിയുടേത് പണക്കൊഴുപ്പിന്റെ രാഷ്ട്രീയമെന്ന് LDF സ്ഥാനാർത്ഥി NMR റസാഖ്. തരംതാണ രാഷ്ട്രീയ സംസ്കാരമെന്ന് CPIM പാലക്കാട് ജില്ലാ സെക്രട്ടറി. ബിജെപിക്ക് പരാജയഭീതിയെന്ന് KC വേണുഗോപാൽ. ശോഭാ സുരേന്ദ്രനെ അയോഗ്യയാക്കണമെന്ന് ഷാഫി പറമ്പിൽ. ബിജെപിയുടെ പണവിതരണ വിവാദത്തിൽ ഇടപെട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. പാലക്കാട് കളക്ടറോട് റിപ്പോർട്ട് തേടി. റിപ്പോർട്ട് പരിശോധിച്ച ശേഷം നടപടിയെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യു ഖേൽക്കർ. പ്രദേശത്ത് പരിശോധന നടത്തി തെരഞ്ഞെടുപ്പ് ഫ്ലൈയിംഗ് സ്ക്വാഡ്. നേമത്ത് വോട്ടർമാരെ സ്വാധീനിക്കാൻ BJP വ്യാപകമായി മദ്യവും പണവും ഒഴുക്കുന്നുവെന്ന ആരോപണവുമായി വീണ്ടും CPIM. ആറ്റുകാൽ മേടമുക്കിലെ BJP ബൂത്ത് ഓഫീസിൽ നിന്ന് മദ്യം പിടിച്ചെടുത്തു. ആരോപണം തള്ളി രാജീവ് ചന്ദ്രശേഖർ. തെളിവുണ്ടെങ്കിൽ പരാതി നൽകാൻ വെല്ലുവിളി. നിശബ്ദ പ്രചാരണ ദിനത്തിൽ അടൂരിൽ നാടകീയ രംഗങ്ങൾ. UDF സ്ഥാനാർത്ഥി CV ശാന്തകുമാറിനെ കൊലക്കേസ് പ്രതിയാക്കി. ലഘുലേഖ വിതരണം. 2 പേരെ കസ്റ്റഡിയിലെടുത്ത് പോലീസ്. മാധ്യമങ്ങൾക്ക് മുന്നിൽ പൊട്ടിക്കരഞ്ഞ് ശാന്തകുമാർ. മാത്രമാണ് എനിക്കത് കൊണ്ടിരുന്നത്. ഞാൻ ഇപ്പോഴും പഞ്ചായത്ത് അംഗം 3 മാസമായുള്ള ഞാൻ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചു. ബഹുമാനപ്പെട്ട ഇലക്ഷൻ കമ്മീഷനോട് എനിക്ക് വിശ്വാസമുണ്ട്. എന്നെ എന്തിനാണ് ഇങ്ങനെ വേട്ടയാടുന്നത്? ഒരു കേസിൽ ഞാൻ പ്രതിയല്ല. എനിക്കങ്ങനെ കഴിയില്ല. എന്നെ ഇങ്ങനെ തേജോവധം ചെയ്യല്ലേ. RDO ഓഫീസ് ഉപരോധിച്ച UDF പ്രവർത്തകർ. തനിക്കെതിരെ കേസുകൾ ഉണ്ടായിരുന്നില്ല എന്ന CV ശാന്തകുമാറിന്റെ വാദം തെറ്റ്. കൈപ്പട്ടൂർ രാമചന്ദ്രൻ കൊലക്കേസിൽ 1-ാം പ്രതിയായി ശാന്തകുമാർ ഉൾപ്പെട്ട FIR ന്യൂസ് മലയാളത്തിന്. കോടതി വെറുതെ വിട്ടത് തെളിവുകളുടെ അഭാവത്തിൽ. ശാന്തകുമാറിനെതിരെ കേസെടുക്കാൻ ജില്ലാ കളക്ടറുടെ നിർദ്ദേശം. മാധ്യമങ്ങൾക്ക് മുന്നിൽ പൊട്ടിക്കരഞ്ഞത് തെരഞ്ഞെടുപ്പ് ചട്ടലംഘനമെന്ന് നിരീക്ഷണം. സംസ്ഥാനത്ത് തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന് ശേഷവും ഇരട്ട വോട്ടുകൾ എന്ന് കണ്ടെത്തൽ. 6000-ലധികം വോട്ടർമാർക്ക് ഇരട്ട വോട്ടുണ്ടെന്ന് മലപ്പുറം ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സ്പൈൻ കോഡ് IT സൊല്യൂഷൻസ്. കോഴിക്കോട് നോർത്ത് മണ്ഡലത്തിൽ മാത്രം 256 പേർക്ക് ഇരട്ട വോട്ടുകൾ. ന്യൂസ് മലയാളം എക്സ്ക്ലൂസീവ്.
കോഴിക്കോട് മാറാടും പണം നൽകി വോട്ട് പിടിക്കാൻ ശ്രമമെന്ന് പരാതി. PV അൻവറിന് വോട്ട് ചെയ്യണമെന്ന് പ്രാദേശിക കോൺഗ്രസ് നേതാവ് ആവശ്യപ്പെട്ടെന്ന ആരോപണം. LDFന്റെ ബൂത്ത് ഏജന്റായി ഇരിക്കരുതെന്നും 2000 രൂപ വാഗ്ദാനം ചെയ്തെന്നും മാറാട് സ്വദേശി സ്വാമിനാഥന്റെ പരാതി. അവസാന അടവെന്ന് പരിഹസിച്ച് PV അൻവർ. FCRA നിയമ ഭേദഗതിയിൽ കേന്ദ്ര സർക്കാരിനെ ആശങ്കകൾ അറിയിച്ച് കത്തോലിക്ക സഭ. ആവശ്യമായ ഇടപെടൽ നടത്തുമെന്ന് ന്യൂനപക്ഷകാര്യമന്ത്രി കിരൺ റിജിജു അറിയിച്ചെന്ന് CBCI പ്രസിഡന്റ് കർദിനാൾ ആന്റണി പൂല. കള്ളന്മാർ ഭയന്നാൽ മതിയെന്ന സുരേഷ് ഗോപിയുടെ പ്രസ്താവന വേദനിപ്പിച്ചു. ആരാണ് കള്ളന്മാർ എന്ന് വ്യക്തമാക്കണമെന്ന് CBCI. കേരളത്തോടൊപ്പം അസമും നാളെ പോളിംഗ് ബൂത്തിലേക്ക്. 126 മണ്ഡലങ്ങളിലേക്ക് ഒറ്റഘട്ടമായി വോട്ടെടുപ്പ്. ഭരണ തുടർച്ച ഉറപ്പെന്ന വിശ്വാസത്തിൽ BJP. പുതുച്ചേരിയും നാളെ വിധി എഴുതും. മത്സരം 30 മണ്ഡലങ്ങളിൽ. ലൈംഗികാതിക്രമ കേസിൽ റിമാൻഡിൽ കഴിയുന്ന സംവിധായകൻ രഞ്ജിത്ത് ജയിലിൽ തുടരും. വോട്ട് ചെയ്യാൻ ജാമ്യം നൽകണമെന്ന ആവശ്യം കോടതി തള്ളി. ലൈംഗികാതിക്രമ കേസിലെ ജാമ്യാപേക്ഷ നാളെ പരിഗണിക്കും. ശബരിമല യുവതീ പ്രവേശനത്തിൽ സുപ്രധാന നിരീക്ഷണവുമായി സുപ്രീം കോടതി. വിശ്വാസികളല്ലാത്തവരുടെ ഹർജികൾ എന്തിന് കേൾക്കണമെന്ന് ജസ്റ്റിസ് B നാഗരത്ന. ആദ്യ ഹർജിക്കാർ വിശ്വാസികളല്ല. ക്ഷേത്രവുമായി ബന്ധം ഇല്ലാത്തവർക്കോ ഭക്തരല്ലാത്തവർക്കോ ഒരു ക്ഷേത്രത്തിലെ ആചാരങ്ങളെ ചോദ്യം ചെയ്യാൻ അവകാശമുണ്ടോ എന്നും ചോദ്യം. 2026-27 സാമ്പത്തിക വർഷത്തെ ആദ്യ പണനയം പ്രഖ്യാപിച്ച് റിസർവ് ബാങ്ക്. റിപ്പോ നിരക്ക് 5.25% തന്നെ തുടരും. ഇടവേളയ്ക്ക് ശേഷം സ്വർണ്ണവിലയിൽ വർധന. പവന് കൂടിയത് 2920 രൂപ. പാലക്കാട് പിരായിരിയിൽ സാരി വിതരണം ചെയ്ത് BJPയുടെ സ്വാധീന ശ്രമം എന്ന് പരാതി. BJP പ്രവർത്തകർ വീടുകളിലെത്തി സാരി വിതരണം ചെയ്യുന്ന ദൃശ്യങ്ങൾ പുറത്ത്. തൃശൂരിൽ BJPയെ വെട്ടിലാക്കി വീണ്ടും കിറ്റ് വിവാദം. വിതരണത്തിന് തയ്യാറാക്കിയ കിറ്റുകൾ കണ്ടെത്തിയത് കാച്ചേരിയിലെ അച്ചാർ കമ്പനിയിൽ. BJP നേതാവിന്റെ സഹോദരന്റെ സ്ഥാപനം എന്ന ആക്ഷേപം. വോട്ടെടുപ്പിന് മണിക്കൂറുകൾ മാത്രം ശേഷിക്കെ വയനാട് പണപ്പിരിവിൽ കോൺഗ്രസിനെതിരെ വീണ്ടും ആരോപണവുമായി CPIM. ഫണ്ട് പിരിവിനായി ധനലക്ഷ്മിക്ക് പുറമെ ഫെഡറൽ ബാങ്കിലും അക്കൗണ്ട് എന്ന ആരോപണം. സ്ഥലം രജിസ്റ്റർ ചെയ്യാനെന്ന പേരിൽ പ്രവാസി മലയാളിയുടെ അക്കൗണ്ടിലേക്ക് പോയത് കോടികളെന്നും CPIM. പ്രളയ ദുരന്ത വിവാദത്തിൽ സർക്കാരിനെതിരായ ആരോപണം കടുപ്പിച്ച് മാത്യു കുഴൽനാടൻ. തോട്ടപ്പള്ളിയിൽ നിന്ന് മണൽ മാറ്റാൻ നിർദ്ദേശം നൽകിയ 2019 ഉത്തരവ് പുറത്തുവിട്ടു. പ്രളയ സമയത്ത് ഇടപെടൽ നടത്തിയ സുരേഷ് ഗോപി ഇപ്പോൾ മിണ്ടാത്തത് ഡീലിന്റെ ഭാഗമെന്നും ആരോപണം. ജീവിതത്തിൽ ഇതുവരെ ഒരു അഴിമതിയും നടത്തിയിട്ടില്ല എന്ന് K കൃഷ്ണൻകുട്ടി. കുഴൽനാടനെതിരെ നിയമ നടപടി. പ്രളയ വിവാദത്തിൽ മന്ത്രി K കൃഷ്ണൻകുട്ടിക്കെതിരെ പ്രതിഷേധവുമായി ചിറ്റൂർ UDF സ്ഥാനാർത്ഥി. ഏകദിന നിരാഹാര സമരത്തിൽ സുമേഷ് അച്യുതൻ. മന്ത്രി രാജിവെക്കണമെന്ന ആവശ്യം. ഇത്രയും വലിയൊരു വിഷയം അറിഞ്ഞിട്ട് അത് രഹസ്യമാക്കി വെച്ചത് സത്യപ്രതിജ്ഞ ലംഘനമാണ്. ഇതിൽ ആരോപണ വിധേയനും അത് പറഞ്ഞ ആളും തൽസ്ഥാനത്ത് തുടരാൻ അർഹതയില്ല. ഉടനടി അവർ രാജിവെക്കണം. നിരാഹാരം രാഷ്ട്രീയ പ്രേരിതമെന്ന് K കൃഷ്ണൻകുട്ടി. കൊല്ലം UDF സ്ഥാനാർത്ഥി ബിന്ദു കൃഷ്ണയുടെ മകന്റെ പേരിലുള്ള കാർ ഇടിച്ചുണ്ടായ അപകടത്തിൽ കേസ്. ഡ്രൈവറുടെ പേര് പരാമർശിക്കാതെ FIR. വാഹനം ഓടിച്ചത് CPIM നേതാവിന്റെ മകൻ എന്ന് ബിന്ദു കൃഷ്ണ. പരിക്കേറ്റ പെൺകുട്ടികൾ ചികിത്സയിൽ. അപകടം കൊട്ടിക്കലാശം കഴിഞ്ഞു മടങ്ങവേ. കണ്ണൂർ കരിവെള്ളൂരിൽ പോലീസുകാരിയെ വെട്ടിക്കൊന്ന കേസിൽ ഭർത്താവ് കുറ്റക്കാരൻ. CPO ദിവ്യശ്രീയെ കൊലപ്പെടുത്തിയത് ഭർത്താവ് രാജേഷ്. വിധി പറഞ്ഞത് തലശ്ശേരി കോടതി. വിവാഹമോചന കേസ് നിലനിൽക്കെ ക്രൂര കൊലപാതകം നടന്നത് 2024 നവംബർ 21-ന്. വയനാട് പനമരത്ത് ഭീതി പരത്തിയ പുലി ചത്തു. ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്ന പുലി ചത്തത് വനം വകുപ്പിന്റെ വലയിലായതിനു പിന്നാലെ ജഡം കുപ്പാടി മൃഗപരിചരണ കേന്ദ്രത്തിൽ. മുൻ കേന്ദ്രമന്ത്രിയും മുതിർന്ന കോൺഗ്രസ് നേതാവുമായ മൊഹ്സീന കിദ്വായി അന്തരിച്ചു. അന്ത്യം. 94-ാം വയസ്സിൽ നോയിഡയിൽ ഇന്ദിരാഗാന്ധി, രാജീവ് ഗാന്ധി സർക്കാരുകളിൽ കേന്ദ്രമന്ത്രിയായിരുന്നു. മീററ്റിൽ നിന്ന് ലോക്സഭയിലേക്ക് എത്തിയത് തുടർച്ചയായ 3 തവണ. IPL-ൽ കുതിപ്പ് തുടരാൻ ഡൽഹി ക്യാപിറ്റൽസ് ഇന്ന് കളത്തിൽ. എതിരാളികൾ വിജയവഴിയിൽ തിരിച്ചെത്താനിറങ്ങുന്ന ഗുജറാത്ത് ടൈറ്റൻസ്. മത്സരം രാത്രി 7:30 അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയത്തിൽ.